ഹൈക്കോടതിയിലടക്കം സുപ്രീം കോടതിയിലടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട KM പോൾ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ സേവ് നിമിഷപ്രിയ കൗൺസിൽ, ആക്ഷൻ കൗൺസിൽ പ്രവർത്തനം നിർത്താൻ ആലോചിക്കുന്നത്. അതിൽ ഈ KA പോളിന്റെ ഇടപെടലുകളെ തുടർന്ന് തന്നെയാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഇത്തരത്തിലേക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു, ഒപ്പം തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന, കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ഈ KA പോളിന്റെ ഒരു ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇത് ഈ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനത്തെ ആകമാനം തെറ്റിദ്ധരിപ്പിക്കുമെന്നും ഒപ്പം തന്നെ ഒരു ഈ ആക്ഷൻ കൗൺസിൽ ഇതുവരെ സ്വീകരിച്ചു വരുന്നിരുന്ന നടപടിക്രമങ്ങളുണ്ട്, ഇതിനെയൊക്കെ തന്നെ അത് ബാധിക്കുമെന്നുമുള്ള ഒരു വിലയിരുത്തൽ കൂടി ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആക്ഷൻ കൗൺസിൽ, നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രവർത്തനം നിർത്തുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു എന്ന് ഈ അംഗങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക, അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും ഇതിന്റെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തുക എന്നുമാണ് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ സുപ്രീം കോടതിയിൽ ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രനൊക്കെ എതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചാണ് KA പോൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. ഇവർ നടത്തുന്ന പ്രസ്താവനകൾ, ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും ഒപ്പം കാന്തപുരവും ഒക്കെ നടത്തുന്ന പ്രസ്താവനകൾ അത് നിർത്തണമെന്നാവശ്യപ്പെട്ട നിമിഷപ്രിയ തനിക്ക് കത്ത് നൽകിയിരുന്നു എന്നൊക്കെയായിരുന്നു ഇന്നലെ KA പോളിന്റെ ഒരു അവകാശവാദം ഉണ്ടായിരുന്നത്.